അനീഷിനെതിരെ ഷാനവാസ് കളിച്ചാൽ അത് ചതിയും. അനീഷ് ഷാനവാസിനെതിരെ കളിച്ചാൽ അത് ഗംഭീര ഗെയിമുമായിട്ടാണ് പല ആൾക്കാരും കാണുന്നത്. അതായത് നമ്മൾ പല വീഡിയോസിലും കാണുന്ന ഒരു കാര്യമാണ്. അനീഷ് കളിച്ചാൽ ഗംഭീരം, ഷാനവാസ് അത് ചെയ്തു കഴിഞ്ഞാൽ ഷാനവാസ് പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള തരത്തിലാണ് തലക്കെട്ടുകൾ പൊതുവെ വരാറ്. ഇപ്പോഴും അതുതന്നെ സംഭവിച്ചിരിക്കുന്നു. പല ആൾക്കാരും പറയുന്നു ഷാനവാസ് അനീഷിനെ തോൽപ്പിച്ചു മനഃപൂർവ്വമായി എന്ന്. ഇത് അനീഷാണ് ചെയ്തതെങ്കിൽ ഗംഭീരം, അനീഷ് ഗെയിമിൽ സൗഹൃദം നോക്കില്ല എന്ന്. ഇവിടെ ഇവർ രണ്ടുപേർക്കും ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദമില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് രാവിലെ തന്നെ അനീഷ് എന്താണ് ചെയ്തത്? ഷാനവാസ് കള്ളനാണ് എന്ന് വരുത്തി തീർക്കാൻ മാക്സിമം ശ്രമിച്ചു. പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പാണ് അതിലുള്ളത്? ഇന്ന് ടാസ്ക്, അത് ബോൾ പെറുക്കുന്ന ടാസ്ക് ആണ്. ഇവിടെ ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ഇടയ്ക്ക് ബ്ലാക്ക് ബോൾ വരും, അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഈ ഘട്ടം റദ്ദാക്കാം എന്ന് ബിഗ് ബോസ് പറയുന്നു. അത് 3 പ്രാവശ്യമേ പറ്റുകയുള്ളൂ. അതായത് 3 ബോളുകൾ കിട്ടുന്ന ആൾക്കാർക്ക് മാത്രമേ റദ്ദ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ബിഗ് ബോസ് പറയുന്നു. അങ്ങനെ ആദ്യ സമയത്ത് അക്ബറിനാണ് ബ്ലാക്ക് കിട്ടുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ബോളുകൾ ശേഖരിച്ച് വെച്ചിരുന്നത് ആര്യനാണ്. അതുകൊണ്ട് തന്നെ അക്ബർ അത് റദ്ദ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ബോൾ കിട്ടുന്നത് ഷാനവാസിനാണ്. അതുപോലെ മൂന്നാമത്തെ പ്രാവശ്യം കിട്ടുന്നത് ആര്യനാണ്. ഇവരെല്ലാവരും റദ്ദ് ചെയ്തു കളി, കാരണം അവർക്ക് പോയിന്റ് കുറവായതുകൊണ്ട് തന്നെ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഷാനവാസിന് ബ്ലാക്ക് കിട്ടി. അതായത് അക്ബറിന് ശേഷം ഷാനവാസിനാണ് ബ്ലാക്ക് കിട്ടിയത്. അപ്പോൾ ഷാനവാസ് നോക്കിയപ്പോൾ ഷാനവാസിന് പോയിന്റ് കുറവാണ്, അതായത് ബോളുകൾ കുറവാണ്. അവിടെ അനീഷിനാണ് ഏറ്റവും കൂടുതൽ ബോളുകൾ ഉള്ളത്. അപ്പോൾ അനീഷ് പറയുന്നു ബുദ്ധി ഉപയോഗിച്ച് കളിക്ക് എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നത്. അതായത് അനീഷിനാണ് അവിടെ കൂടുതൽ. അപ്പോൾ അനീഷിന് തോൽക്കാൻ മനസ്സില്ല. ഇത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്. അനീഷിന് എപ്പോഴും തോൽക്കാൻ വളരെ മടിയാണ്. തോറ്റു കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല. ഇവിടെ ബ്ലാക്ക് ബോൾ ഷാനവാസിന് കിട്ടിയതുകൊണ്ട് തന്നെ, ഷാനവാസിന് പോയിന്റ് കുറവായതുകൊണ്ട് തന്നെ ഷാനവാസ് അത് റദ്ദാക്കുന്നു. അതിനുശേഷം അനീഷ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഷാനവാസ് ചതിയനാണ്, എന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. അതായത് ഷാനവാസ് മനഃപൂർവ്വം തോൽപ്പിച്ചു എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. ഇത് ഗെയിമാണ് എന്നുള്ളൊരു ചിന്ത ഈ പറയുന്ന അനീഷിനില്ല. അതുപോലെ തന്നെ അനീഷിന്റെ കുറച്ച് ഫാൻസിന് ഇപ്പോൾ അനീഷിനെ ഷാനവാസ് മനഃപൂർവ്വം തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അനീഷാണ് ചെയ്തതെങ്കിൽ അനീഷിന്റെ ബ്രില്യൻ ഗെയിം, ഗംഭീര ഗെയിം, അനീഷ് മാസ് വേറെ ലെവൽ എന്ന് പറഞ്ഞ് നടന്നേനെ. ഷാനവാസ് ചെയ്തപ്പോൾ അത് ചതി. എന്താ ചെയ്യുക? ഇതാണ് അവസ്ഥ. എന്തായാലും അനീഷിനെ എല്ലാവരും ഇപ്പോൾ തുറന്ന് കാണിക്കുന്നുണ്ട്. ഇന്ന് എല്ലാവർക്കും മലയാളം പഠിപ്പിച്ചു കൊടുക്കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അനുമോള് ഈ പറയുന്ന നെവിന്റെ അച്ഛനും അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞാൽ മാത്രമാണല്ലോ പ്രശ്നം, ബാക്കി ആര് പറഞ്ഞാലും ഒരു പ്രശ്നമല്ല. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കിക്കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.